നമസ്കാരം. ബി.ജെ.പി പ്രവർത്തകർക്കെതിരെ വിവാദപരമായ പരാമർശവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കർണാടക മന്ത്രിയായ ശിവരാജ് തങ്കഗതി. മോദിക്ക് മുദ്രാവാക്യം വിളിക്കുന്ന യുവാക്കളെ, വിദ്യാർത്ഥികളെയും ഒക്കെ തല്ലിച്ചതയ്ക്കണം എന്നതായിരുന്നു ഈ മന്ത്രി നടത്തിയ വിവാദ പ്രസ്താവന. മോദി മോദി മുദ്രാവാക്യം വിളിക്കുന്നവരെ കാണുമ്പോൾ ലജ്ജ തോന്നുന്നുണ്ട് എന്നുകൂടി അദ്ദേഹം പറയുന്നു. സംഭവം ഏറെ വിവാദങ്ങൾക്കാണ് നിലവിൽ തിരികൊളുത്തിയിരിക്കുന്നത്. കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ബി.ജെ.പിയുടെ ദേശീയ കൺവീനർ അമിത് മാളവ്യ അടക്കമുള്ള ആളുകൾ രംഗത്തെത്തിയിരിക്കുന്നു. ഇന്ത്യയിലെ യുവജനങ്ങൾ രാഹുൽ ഗാന്ധിയെ തള്ളിക്കളഞ്ഞതിലുള്ള അമർഷമാണ് കർണാടകയിലെ സാംസ്കാരിക മന്ത്രിയിലൂടെ പുറത്തു വന്നത് എന്നാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. രാജ്യത്തെ യുവാക്കളിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിക്ഷേപം നടത്തുന്നത്. എന്നാൽ രാഹുൽ ഗാന്ധി അവരെ തല്ലി ഓടിക്കാനാണ് ശ്രമിക്കുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടികളും യുവാക്കളെ ലക്ഷ്യം വെച്ചിട്ടില്ല. അത്തരത്തിൽ ഒരു പാർട്ടിക്കും ഈ രാജ്യത്ത് നിലനിൽക്കാൻ സാധിക്കില്ല. രാജ്യത്തിന്റെ അഭിലാഷങ്ങൾ നിറവേറ്റാനുള്ള ആളുകളാണ് യുവജനത എന്നുകൂടി അമിത് മാളവ്യ അദ്ദേഹത്തിന്റെ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചിട്ടുണ്ട്. ബോളിവുഡ് താരവും NDA സ്ഥാനാർത്ഥിയുമായ കങ്കണ റണൌട്ടിനെതിരെ വിവാദപരമായ പ്രസ്താവന നടത്തിയതിന് തൊട്ട് പിന്നാലെയാണ് മോദിക്കെതിരെ തന്നെയുള്ള ഒരു വിവാദ പ്രസ്താവന കൂടി രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും ഇത് പറഞ്ഞിരിക്കുന്നത് കർണാടകയിലെ സാംസ്കാരിക മന്ത്രിയാണ്. മോദി എന്ന് വിളിക്കുന്നവരെ കാണുമ്പോൾ ലജ്ജ തോന്നുന്നു, അവരെ തല്ലി ഓടിക്കേണ്ടതുണ്ട് എന്നാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കർണാടകയിലെ BJP നേതൃത്വം ഇത് പ്രചരണ ആയുധമാക്കി ഉപയോഗിച്ചു തുടങ്ങിയിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് സിറ്റി മലയാളം.